Hey shaka guys, this is Zegovlogs. നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു 20,000 രൂപക്ക് താഴെ നല്ലൊരു ക്യാമറയും പെർഫോമൻസും ഒക്കെ ഉള്ള നല്ലൊരു ഫോൺ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പോക്കോ X2 ബെസ്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോ X2 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഓവർവ്യൂ കൂടി ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള കണ്ടന്റും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ടെക്ക് മാത്രമല്ല, വ്ളോഗിങ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്, ഫുഡ്, അങ്ങനെ പലതരത്തിലുള്ള കണ്ടന്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കണ്ടന്റ് ഇഷ്ടമാവുന്ന ആളാണെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസ് നമുക്ക് കിട്ടാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്, ദിസ് ഈസ് Zegovlogs. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് നമ്മുടെ ബോക്സിൽ കാണാം. പിന്നെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് പോക്കോ X2 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലും നമുക്ക് പോക്കോ X2 റിയാലിറ്റി ഫ്ലോ 120 ഹെഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ പോക്കോ X2 120 ഹെഡ്സിൻ്റെ റീഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് മോഡൽ നമ്പറും അതേപോലെ കളറും വാരിയൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള വാരിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6GB റാമും അതേപോലെ 128GB റോമും ഉള്ള വാരിയൻ്റാണ്. 6GB 64GB അതേപോലെ 6GB 128GB 6GB 256GB എന്നിങ്ങനെ 3 വേരിയൻ്റ് ആയിട്ടാണ് നമ്മുടെ പോക്കോ X2 വരുന്നത്. പിന്നെ നമ്മുടെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോണിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഡുവൽ ഡിസ്പ്ലേ ക്യാമറ, അതേപോലെ ഫ്ലാഗ്ഷിപ്പ് 64 മെഗാ പിക്സൽ കോഡ് ക്യാമറ, പിന്നെ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 730Gയുടെ ചിപ്സെറ്റ്, 4500 mAhൻ്റെ ബാറ്ററി, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 ആണ്. പിന്നെ അതേപോലെ ഡുവൽ വോൾട്ട് ആണ്, IR റിമോട്ട് കൺട്രോളാണ്, 2x2 വൈഫൈ ആൻറ്റിന് വരുന്നുണ്ട്, UFS 2.1 സ്റ്റോറേജ് ആണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 512GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മുടെ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഒരു യെല്ലോ ഫിനിഷിങ് നമുക്ക് കാണാം. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു യെല്ലോ ബ്ലാക്ക് ഫിനിഷിങ് നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്ത് വയ്ക്കുമ്പോൾ ഫുള്ള് ഒരു യെല്ലോ കളറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് തന്നെ ഒരു യെല്ലോ ബോക്സ് ഇരിക്കുന്നുണ്ട്, നമുക്കൊന്ന് എടുത്തു നോക്കാം. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ നമ്മുടെ സിമ്മിനുള്ള ഒരു പിന്നാണ്, പിന്നെ നമ്മുടെ മൊബൈൽ കവറും അതേപോലെ യൂസർ ഗൈഡും ആണുള്ളത്. ഒരു കവറിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ മൊബൈൽ കവറും അതേപോലെ യൂസർ ഗൈഡും കൊടുത്തിട്ടുള്ളത്. മൊബൈൽ കവർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി മൊബൈൽ കവർ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലാസ്റ്റിക് റബ്ബർ മെറ്റീരിയൽ. നമുക്കിനി നമ്മുടെ ഫോൺ പുറത്തെടുക്കാം. നമ്മുടെ ഫോൺ ഒരു കവറിൻ്റെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്, പോക്കോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തായാലും നമുക്കത് മാറ്റി വെക്കാം. ബാക്കി നമ്മുടെ ബോക്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇനി നമ്മുടെ ബോക്സിൽ നമ്മുടെ ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്, 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണിത്. പിന്നുള്ളത് നമ്മുടെ USB Type-C കേബിളാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബോക്സിലുള്ള ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഫോണിലേക്ക് അടക്കാം. ഒരു കവറിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഫോൺ വരുന്നത്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ പോക്കോ X2. നമ്മുടെ അടുത്തുള്ളത് ഫോണിക്സ് റെഡ് കളറാണ്. പോക്കോ X2 3 കളറിലാണ് വരുന്നത്, ബ്ലൂ, റെഡ്, പർപ്പിൾ, അങ്ങനെ 3 കളറിലായിട്ടാണ് വരുന്നത്. നല്ലൊരു അടിപൊളി ഡിസൈനായിട്ട് തന്നെയാണ് എനിക്ക് പോക്കോ X2 തോന്നിയത്. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് പവർ ബട്ടണും അതേപോലെ വോളിയം ബട്ടണും കാണാം. ഫിംഗർ പ്രിൻറ്റും പവർ ബട്ടണോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നത്. ആദ്യം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊന്നും ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ടാണ് തോന്നുക. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സിമ്മിനുള്ള സ്ലോട്ടും അതേപോലെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കറും അതേപോലെ മൈക്ക്, പിന്നെ C പോർട്ട്, ഹെഡ്സെറ്റ് ജാക്കൊക്കെ കാണാം. ഒരൊറ്റ സൈഡിലാണ് സ്പീക്കർ വരുന്നുള്ളൂ, എങ്കിലും നല്ല സൗണ്ട് തന്നെ ഉണ്ട്. നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ പോക്കോ എന്ന് യെല്ലോ കളറിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇവർ ഫുള്ളൊരു ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷനാണ് ഇവർ ഫുള്ള് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ചെയ്ത് വെച്ചതാണ്. പിന്നെ ഫിംഗർ പ്രിൻറ്റും അതേപോലെ ഫേസ് ID ഞാനിപ്പോൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സിമ്പിളും ഫാസ്റ്റും ആയിട്ട് ആക്സ് ചെയ്യാൻ കഴിയും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ആക്സ് ചെയ്യാൻ കഴിയും. ഇനി ഫേസ് ID എങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ സ്ക്രീനൊന്ന് ഓൺ ആകുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ID അൺലോക്ക് ആവുന്നുണ്ട്. നമ്മൾ ഡിവൈസ് എടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ID അൺലോക്ക് ആവുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ
ഫേസ് ഐ ഡി വർക്ക് ആവുന്നുണ്ട്. റീഫ്രഷ് റേറ്റിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മുടെ കയ്യിൽ വരുന്നത് 60 Hz ആണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. വളരെ സ്മൂത്ത് ഫ്ലോ ആണ് ഇപ്പോൾ 60 Hz കിട്ടുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് 120 Hz ഇട്ട് നോക്കാം. നമ്മൾ 120 Hz ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. അതിൽ ഡിസ്പ്ലേയിൽ എന്ന് കഴിഞ്ഞാൽ റീഫ്രഷ് റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം. ഇതിൽ നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 60 Hz സേവ്സ് ബാറ്ററി എന്ന് കാണാം. അതായത് 60 Hz ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ ബാറ്ററി ലാഭിക്കാം. പക്ഷേ 120 Hz നല്ല ക്വാളിറ്റി കിട്ടുക. അപ്പോൾ 120 Hz ഇടുകയാണ്. അപ്പോൾ 120 Hz ഇട്ട് നോക്കുമ്പോൾ നമ്മുടെ സ്ക്രീനിലൂടെ ഒഴുകുകയാണ് സംഭവങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്രത്തോളം അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. 60 Hzൻ്റെയും 120 Hzൻ്റെയും ഡിഫറൻസ് എത്രത്തോളം ക്യാമറയിലൂടെ മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ ഫോണിൻ്റെ വിഡ്ത്ത് വരുന്നത് 76.6 mm, ഹൈറ്റ് 165.3 mm, ഡെപ്ത് 8.79 mm, വെയിറ്റ് 208 grams ആണ് വരുന്നത്. പിന്നെ നമ്മുടെ സ്ക്രീൻ അല്ലെങ്കിൽ ഡിസ്പ്ലേയിലേക്ക് കിടക്കുന്ന സമയത്ത് സ്ക്രീൻ സൈസ് വരുന്നത് 6.67 inches ആണ്. 2400x1080p ആണ്. റെസൊല്യൂഷൻ വരുന്നത് IPS LCD Full HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അഡ്രീനോ 618 ആണ് GP വരുന്നത്. നമ്മുടെ ഡിസ്പ്ലേയിലെ 2 ക്യാമറാസ് നമ്മുടെ ഡിസ്പ്ലേയുടെ ആ ഫീല് കുറക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മെയിൻ പാർട്ടായ ക്യാമറയാണ്. 2 MP മാക്രോ ക്യാമറയും 8 MP അൾട്രാ വൈഡും 2 MP ഡെപ്ത് സെൻസറും അതേപോലെ 64 MP സോണി IMAX 686 ക്യാമറയുമാണ് വരുന്നത്. ഇത് ഒരു മിഡ് റേഞ്ച് ഫോണുകളിൽ വെച്ചിട്ട് നല്ലൊരു ബെസ്റ്റ് ക്യാമറയാണ്. സെൽഫി ക്യാമറാസ് 20 MP അതേപോലെ 2 MP 2 ക്യാമറാസാണ് വരുന്നത്. പിന്നെ വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ ഈ ഫോണിലെടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഇനി നമുക്ക് ഓരോ സാമ്പിൾ വെച്ചിട്ട് നമ്മുടെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നോർമൽ മോഡ് യൂസ് ചെയ്തെടുത്തിട്ടുള്ള 1x വെച്ചിട്ട് എടുത്തിട്ടുള്ള ഒരു പിക്കാണ്. പിന്നെ റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് 64 MP എടുത്തിട്ടുള്ള ഒരു പിക്കാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൾട്രാ വൈഡ് മോഡിൽ വെച്ചിട്ട് വെർട്ടിക്കലായിട്ടും ഹോറിസോണ്ടലായിട്ടും എടുത്തിട്ടുള്ള 2 പിക്സാണ്. പിന്നെ നമ്മുടെ പോർട്രേറ്റ് മോഡിൽ എടുത്തിട്ടുള്ള ഒരു പിക്കാണിത്. പിന്നെ നമ്മുടെ മാക്രോ ക്യാമറ യൂസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു പിക്കാണിതും. നോർമൽ മോഡിലും 64 MP അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലും നമ്മുടെ അൾട്രാ വൈഡിലും മാക്രോ ലെൻസിലും എടുക്കുമ്പോൾ ലോ ലൈറ്റിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ അത്രയ്ക്ക് വലിയ ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ നൈറ്റ് മോഡിൽ എടുത്തിട്ടുള്ള ഒരു പിക്കാണിത്. നൈറ്റ് മോഡിൽ നമുക്ക് അത്യാവശ്യം നല്ല പിക്സ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സെൽഫി ക്യാമറ യൂസ് ചെയ്തിട്ടുള്ള ഒരു പിക്കാണിത്. സെൽഫി ക്യാമറ അത്രയ്ക്ക് മികച്ചതല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസ് തന്നെ എടുക്കാൻ കഴിയുന്നത്. നമ്മുടെ ബാറ്ററി സെക്ഷനാണ്. നമ്മുടെ പോക്കോ X2ൻ്റെ കാര്യത്തിൽ ബാറ്ററിയുടെ കാര്യം മാത്രമേ നമുക്കൊരു കോൺസായിട്ട് പറയാൻ കഴിയുള്ളൂ. 4500 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. നമ്മുടെ ഫാസ്റ്റ് ചാർജറിൽ ഇട്ടിട്ട് 0-ൽ നിന്ന് ഒരു ഹവറും 22 മിനിറ്റും 39 സെക്കൻഡുമാണ് ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന ടൈം. നമ്മുടെ ബാറ്ററിയുടെ കാര്യം ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ 20,000 രൂപയ്ക്ക് താഴെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് പോക്കോ X2. അപ്പോൾ നമ്മളിന്ന് ചെയ്തിട്ടുള്ളത് ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ തീർച്ചയായിട്ടും ഒരു വീക്കിനുള്ളിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ നിങ്ങളുടെ അഭിപ്രായവും സജഷൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഓൾ എന്നുള്ളതിലേക്ക് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.